തിത്തി തിത്തി നൃത്തം വയ്ക്കും പൂന്തെന്നൽ മുത്തം വയ്ക്കാനെത്തുന്നുണ്ടേ പല്ലക്കിൽ എന്തേ തുള്ളാത്തു വാവേ വാവാച്ചി തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളപ്പാട്ടിന്റെ കൂട്ടുകാരി മിന്നിത്തിളങ്ങുമെൻ പൊന്നിൻ കിനാക്കൾക്ക് നിന്നെയാണോ മലേറെ ഇഷ്ടം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ. വേണ്ട, കൊണ്ടുപോലേ. എന്റെ ഏട്ടനൊരു പാവായിരുന്നു. ഞാനും കൊച്ചിനെ കാരണം. എന്തുപറ്റി മോളെ നിനക്ക് അറിയുന്നേ? മമ്മി എന്താ ഇവിടെ? ഇത് കൊള്ളാം, നിന്റെ കരച്ചിൽ കേട്ടോണ്ടല്ലേ ഞാൻ ഓടി വന്നത്. അയ്യോ എന്റെ മമ്മി, ഞാൻ കരഞ്ഞതൊന്നും അല്ല. നാളെ ഞങ്ങൾ കോളേജിൽ ഒരു ഡ്രാമ നടക്കുന്നുണ്ട്. അതിൽ ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലൊരു ഇമോഷണൽ സീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്തതാ. ഹോ, ഇതായിരുന്നു നിന്റെ ഡ്രാമ? മനുഷ്യനാകെ പേടിച്ചു പോയല്ലോ. നിന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓർത്തു ഇനി അവൻ എന്തെങ്കിലും പറ്റി കാണുമെന്ന്. അയ്യ, അത് സ്വപ്നത്തിൽ പോലും നടക്കത്തില്ല. അവൻ പാവാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പൊന്ന് രണ്ടാമത് ജനിക്കണം. ഓ മതി, ഇനി നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനെങ്ങാനും കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാലെ പിടിച്ച് ഇനി 2 എണ്ണം കൂടെ അടിയുണ്ടാകാനെ. നീ പോയി റെഡിയാകും, കോളേജിൽ പോകാൻ സമയമായില്ലേ? അയ്യോ അത് ശരിയാണല്ലോ, ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണം. എന്റെ പൊന്നു മമ്മി, ഇവളൊരു പെങ്കൊച്ചാന്നുള്ള വിചാരം മമ്മിക്കെങ്കിലും വേണം. പാപ്പ പിന്നെ ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുവല്ലേ. ഇവള് ഇനിയിപ്പം ഈ രാവിലെ കെട്ടിപ്പറക്കി പോകുന്നത് ആറോടെയാ എവിടൊക്കെയാ പോകുന്നതെന്ന് ആർക്കറിയാം. നീ എന്നാ വർത്താനാണോ പറയുന്നേ? പൊന്നു മമ്മി, അവൻ പറയുന്നത് മമ്മിയും കേട്ടല്ലേ? അവൻ എന്താ വർത്താനാ പറഞ്ഞത്? പാച്ചു, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ പൊന്നു മമ്മി, മമ്മിയെങ്കിലും ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. ഞാൻ മറ്റൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. ഇപ്പോഴത്തെ കാലമല്ലേ, ഞാൻ എത്രയോ പെൺകുട്ടികളെ ഇതുപോലെ ഇതും കാണുന്നു. അത് ശരിയാ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എനിക്കറിയാം അവസാനം ഇങ്ങനെ വരുമെന്ന്. അല്ലെങ്കിലും അമ്മയും മോനും ഒറ്റ കെട്ടാണല്ലോ. ആണെങ്കി ഇപ്പൊ എന്തേ? ഓ എനിക്കതൊന്നും കാണാൻ വയ്യ, മാറിക്കേ, ഞാൻ പോയി ഒരുങ്ങട്ടെ. കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല, ചുമ്മാ ഉള്ള മേക്കപ്പ് ഇട്ടങ്ങ് ഇറങ്ങിക്കോളൂ. അതിന് നിനക്കല്ല. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. എങ്ങനെ ഇതിന്റെയൊക്കെ എടുത്ത് പിള്ളേരിയ്ക്കുന്നതെന്തോ. ആഹാ, അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ എന്റെ ഒപ്പം പാടാ, ഞാൻ കാണിച്ചു തരാം പിള്ളേരെങ്ങനെ എന്റെ അടുത്ത് ഇരിക്കുന്നേന്ന്. എന്റെ പൊന്നു പാച്ച്, നിനക്ക് വേറെ ഒരു പണിയില്ലേ? നീ കോളേജിൽ പോ നോക്ക്. ഞാൻ ഇറങ്ങുവാ. പിന്നെ അവളോട് അടിച്ചു നനച്ച് കുളിച്ചിട്ട് പോവാൻ പറ. നീ പടപെട്ടി. ഒന്നു അയ്യോ, ഞാൻ പോയേ. അയ്യോടി, എന്റെ കൊച്ചിന് എന്നാ പറ്റി? ചിന്നു എന്താടി? എടി പെണ്ണെ, എന്നാ പറ്റി? നിനക്കെന്താ ഒരു വിഷമം പോലെ? എടി എന്റെ ക്രഷില്ലേ, ആള് വന്നില്ല. അയ്യോ, അതെന്ത് പറ്റി? ആർക്കറിയാം, എന്റെ ഇന്നത്തെ മൂഡ് മൊത്തം പോയി. പോട്ടെ, സാരയില്ല, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. ഒന്ന് പോടി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചിന്നു, ഇനിയും വേണ്ടല്ലേ, അങ്ങോട്ട് നോക്കാം ആരാ വരുന്നതെന്ന്. ഓ അയാളായിരുന്നോ? എനിക്കിഷ്ടമല്ല അയാളുടെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആളെത്തി. എഴുന്നേക്ക്. ഇയാൾക്കെന്താ ഒന്ന് ചിരിച്ചൂടെ? എന്താ കീർത്തന, താനെന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല സാർ. ഓക്കെ. അപ്പോ ഞാൻ ഇന്നലെ തന്ന വർക്കൊക്കെ എല്ലാരും ചെയ്തല്ലോ അല്ലേ? ചിന്നു, ഞാൻ പെട്ടടി, ഞാൻ എഴുതിയില്ല. നീയോ? ഞാനും. മിണ്ടണ്ട, അങ്ങേറെ കണ്ണിലോട്ട് തന്നെ നോക്കിയിരുന്നു, അല്ലെങ്കിൽ സംശയം തോന്നും. കീർത്തന, താൻ എഴുതിയോ? സബാഷ്. ചിന്നു, ഞാൻ പെട്ടടി. അയ്യോ പാവം എന്റെ കൊച്ച്, നീ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടിരിക്കേ. എടി, എനിക്കിങ്ങനെ കണ്ണി നോക്കി കള്ളൊന്നും പറയാൻ അറിയില്ലടി. എന്താ കീർത്തന, തന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ സാർ, എനിക്കൊട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് എഴുതിയില്ല. ഓ അങ്ങനെയാണോ? ഓക്കെ, എങ്കിൽ അടുത്ത ആള് പറ. ഇന്ദു, താൻ എഴുതിയോ? ഇച്ചോ, ഞാനും പെട്ടടാ. അങ്ങനെ തന്നെ വേണം. എന്താ എഴുതിയില്ലേ? അത് പിന്നെ സാർ, എന്റെ നോട്ട് ഈ കീർത്തന കൊണ്ടുപോയിരിക്കുവായിരുന്നു, അതാ ഞാൻ എഴുതാഞ്ഞേ. എടി മഞ്ജുകി, നീ എന്തൊക്കെ പറയുന്നേ? കൊള്ളാം, 2 വേറെ റീസൺ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ 2 പേരും ഞാൻ ഇന്നലെ തന്ന വർക്ക് മുതൽ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചോ അത്രയും നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. 2 പേരും പുറത്തിറക്കാം.
സാർ പ്ലീസ് ഞങ്ങളെ പുറത്ത് നിർത്തല്ലേ. എന്റെ പൊന്നു കിച്ചു വാ, അങ്ങനെ നോട്ടം ശരിയല്ല. ഡ്രാമ കൂത്തെന്ന് പറഞ്ഞ് നടന്നോ, ഒന്ന് പഠിക്കണ്ട കേട്ടോ. താനൊക്കെ എന്തിനാട്ടോ ക്ലാസ്സിൽ വരുന്നത്? വെറുതെ വീട്ടുകാരുടെ ക്യാഷ് കളയാനായിട്ട്. കഴിഞ്ഞ ടെക്സ്റ്റ് പേപ്പറിന് 2 മാർക്ക് കൂടുതൽ വാങ്ങിയത് കൊണ്ടാണോ ഇത്തവണ അത് ഒന്നിലൊതുക്കിയത്? കൊള്ളാം, എന്ത് പറഞ്ഞാലും ഇങ്ങനെ മിണ്ടാതങ്ങ് നിന്നോണം. ഒരു കാര്യം ചെയ്, ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ താൻ എന്നെ കണ്ടിട്ട് വീട്ടിൽ പോയാൽ മതി. അതെന്തിനാ സാർ? ദേ, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറയുന്നതങ്ങ് കേട്ടാ മതി. ഇങ്ങനെ എന്തോന്നു റേഡിയോയോ? എനിക്കൊന്നും വയ്യ. എന്ത് പണിയാ കാണിച്ചത്? എഴുതി മനുഷ്യരുടെ കൈ വേദനിക്കുന്നു. എന്നാലും എന്റെ കിച്ചു, അങ്ങേര് ഈ ചാപ്റ്ററൊക്കെ എപ്പോ പഠിപ്പിച്ചു എന്നാ ഞാൻ ആലോചിക്കുന്നത്. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? മാങ്ങാത്തൊലി ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങേര് എന്തൊരു സാധനമാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ മൂട് മൊത്തം എന്ന് പോയിരിക്കും. അതിന്റെ കൂടെ ഇതും. ചിന്നു, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? അത് നീ ഒരു കാര്യം ചെയ്. എന്താടി? നീ നമ്മുടെ സൂര്യ സാറിനെ അങ്ങ് വളച്ചേക്ക്. വേണ്ടി നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ പൊന്നി ചിന്നു, പറയുന്ന മുഴുവൻ കേക്ക്. ഇതെന്ത് കോടാലിയാണോ എന്തോ. പറ. അത് പിന്നെ അങ്ങനെ പഠിപ്പിക്കുമ്പോ നീ ചുമ്മാ അങ്ങനെ വായി നോക്കിയിരിക്കണം. എന്നിട്ട് അപ്പായേക്കൊരു റോങ് അടിക്കും. ഈ പെണ്ണെന്തിനാ എന്നെ നോക്കുന്നേന്ന്. എന്റെ പൊന്നി കിച്ചു, ഇമാതിരി ഊള നമ്പറൊക്കെ നിന്റെ കൈ വെച്ചാ മതി. അല്ല, ഞാനിതിന് അങ്ങനെ വായി നോക്കുന്നേ? എന്റെ പൊട്ടി, അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിലിങ്ങനെ ലാഗടിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. എടി, നീ നമ്മുടെ സൂര്യ സാറിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? സാറാണെങ്കിൽ നോക്കിയിരിക്കണം. നിന്റെ വായ്നോട്ടം അങ്ങേർക്കതൊരു ശല്യമായിട്ട് തോന്നണം. ഒരു സുന്ദരിയായ പെൺകുട്ടി നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ആർക്കായാലും ഒരു ചെറിയ നാണമൊക്കെ വരുമല്ലോ. പിന്നീട് അയാൾക്ക് നമ്മുടെ ക്ലാസ് വരുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ കാണും. അയാളുടെ ജാടയും കുറച്ചൊക്കെ കുറയും. പിന്നെ എനിക്ക് വേറെ പണിയില്ല, ഇനി അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ. എൻ്റെ പൊന്നല്ലേ അങ്ങനെ പറയല്ലേ പ്ലീസ്. എനിക്ക് അങ്ങനെ ജാട കാണാൻ വയ്യാത്തോണ്ടാടി. അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്കങ്ങ് നോക്കിക്കൂടെ? സോറി മോളെ, എനിക്ക് ഓൾറെഡി ആളുണ്ട്. ഇപ്പോൾ സിംഗിളായിട്ടിരിക്കുന്ന നീയല്ലേ, നീ ഒന്ന് ട്രൈ ചെയ് പ്ലീസ്. എൻ്റെ പൊന്നു കിച്ചു, അതൊന്നും ശരിയാകത്തില്ല. ശരിയാകും മോളെ. അയാളുടെ ഈ അസൈൻമെന്റിൽ നിന്നും എക്സാമിൽ നിന്നും ഒക്കെ ഉള്ളൊരു മോചനം നീ ആഗ്രഹിക്കുന്നില്ലേ? പറ ചിന്നു, പറ. അതൊക്കെ ഉണ്ട്. അവനോട് പോകാൻ പറ. ആഴ്ച 2 ദിവസം ക്ലാസ്സിൽ വരുന്നവന് അവിടെ ക്രഷ്. എന്നാലും എൻ്റെ കിച്ചു, അപ്പം നാളെ മുതൽ ഞാൻ ട്രൈ ചെയ്യണമല്ലേ? യാ അത് തന്നെ. സാർ, ഇത്രയും മതി. എനിക്ക് കൈ വേദനിക്കുന്നു. ബാക്കി നാളെ പോരെ? പോരാ, ഇപ്പോ തന്നെ എഴുതണം. വീട്ടിൽ പോയിട്ട് മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. എന്തോ നോക്കിയിരിക്കുവാ, എഴുതുന്നില്ലേ? അല്ല, താൻ ഈ നോട്ടൊക്കെ എഴുതാതെ ഇത്ര ദിവസം എന്താ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു? അത് പിന്നെ സർ, ഡ്രാമ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. താൻ ഇനി മുതൽ എന്റെ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടാന്ന് വെച്ചാൽ പോയാൽ മതി. മമ്മി ചായ. വിളിച്ചു പോവണ്ട, മമ്മി ഇവിടെ ഇല്ല. നീ പോയി ചായ ഇട്, എനിക്കും വേണം. പിന്നെ എനിക്കങ്ങ് വയ്യ, നീ പോയി ഇട്. എന്നിട്ട് എനിക്ക് ഒരെണ്ണം കൊണ്ടുപോവാ. ഞാൻ ഇട്ടോണ്ട് വന്നിട്ട് നീ കുടിച്ച് പോയി ചായ ഇട്ടോണ്ട് പാടപ്പിനാന്താ. നീ ഒന്ന് പോയിക്കാ ചിന്നു. നിന്നെ പോലുള്ള 500 എണ്ണത്തിന്റെ അടുത്ത് വായിട്ടലച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് അതിൻ്റെതായ ക്ഷീണമുണ്ട്. നീ പോയി ഒരു ചായ ഇട്ട് കൊണ്ട് താടി. അയ്യടാ, നിന്നെ പോലുള്ളവർക്കൊക്കെ അങ്ങ് പഠിപ്പിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതൊക്കെ പഠിച്ച് എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ അവസ്ഥ നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ പിന്നെ നിന്നേക്കാൾ ക്ഷീണിച്ച് ഞാനല്ലേ വരുന്നത്. അപ്പൊ നീയല്ലേ എനിക്ക് ചായ ഇട്ടോണ്ട് തരേണ്ടത്. ഓക്കെ എന്തായാലും നമുക്ക് 2 ആൾക്കും ചായ വേണം. അതുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. എന്ത് വല്ല മണ്ടത്തരമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ഈ പണ്ടാരം മണ്ടത്തരം പറയാൻ നീയല്ല ഞാന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് 2 ആൾക്കും ചായ വേണം. അപ്പം നമ്മൾ 2 പേരും ഒരുമിച്ച് ചായ ഉണ്ടാക്കാം. പാല് ഞാൻ വെക്കാം, അതില് വെള്ളം നീ ഒഴിക്കണം. തേയില ഞാനിടാം, പഞ്ചാര നീ ഇടണം.
അപ്പൊ പിന്നെ അടിയുണ്ടാക്കണ്ടല്ലോ. ഓ ഇത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ വാ നമുക്ക് രണ്ടാക്കും ചായ ഉണ്ടാക്കാം. ഓ പണ്ടോർ എന്തോ തീറ്റ തിന്നു ഇത്. എന്റെയും കൂടി ഞാൻ തോന്നലെടുത്ത് തിന്നുന്നത്. പാച്ചു എന്താ ഇത്? ആ പെണ്ണ് അവിടെ അങ്ങനെ അടങ്ങിയിരിക്കട്ടെ. അതെങ്ങനെയാന്ന് പറ. ഒന്നും പറഞ്ഞ് രണ്ടാമത്തെ ആ പെണ്ണ് വാ വിളിച്ചങ്ങ് കീറിക്കൊള്ളുക. മിണ്ടായിരിക്കും പെണ്ണെ അവിടെ. ദേ മമ്മീന്ന് വിളിച്ച നോക്കൊണ്ട് എന്നെ കൂടെ തള്ളേന്ന് കുളിപ്പിക്കരുത്. എന്നെ എന്താ തവിട് എടുത്ത് വാങ്ങിയതാണോ? ഒടുക്കും മമ്മി അവക്കിട്ട് രണ്ടെണ്ണം. അവള് പറഞ്ഞ കേട്ടില്ലേ? നീ കൂടെ പെട്ടി. ദേ മമ്മി അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? ദേ രണ്ടെണ്ണം നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ വലിച്ചു കയറി അപ്പുറം ഇപ്പുറം വെക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനാണോ മമ്മി? ഇവനല്ലേ ആദ്യം എന്നെ വഴക്കുണ്ടാക്കാൻ വന്നത്. ഞാൻ ഇവിടെ മര്യാദക്കിരുന്ന് ഫുഡ് കഴിക്കുമല്ലായിരുന്നോ? ഓ പിന്നെ വലിച്ചു വാരി കുത്തിക്കയറ്റി തിന്നിട്ട് പറയുന്ന കേട്ടിട്ട് മര്യാദക്കിരുന്ന് തിന്നുമായിരുന്നെന്ന്. പാച്ചു ഇതിപ്പോ കൊറേയായി ഫുഡ് കഴിക്കുമ്പോ ഇമാതിരി വർത്താനം പറയരുതെന്ന് ഞാൻ രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. ഇവനെ എന്നെ ഓരോന്നും പറഞ്ഞോണ്ട് വന്നത്. നീ ഒട്ടും മോശക്കാരിയല്ല. അവൻ ഫുഡ് കഴിക്കുമ്പോ നീ പറയുന്നത് ഞാനും കേട്ടിട്ടുള്ളതാ. പൊന്നു നീ കഴിച്ചു കഴിഞ്ഞില്ലേ? ചെല്ലപ്പുറത്ത്. ഓ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ പോവാ. അല്ലെങ്കിലും അല്ല നീ ഇതെങ്ങോട്ടാ? എന്റെ അമ്മായിയുടെ വീട്ടിൽ പോവാ. നിനക്ക് പെണ്ണാലോചിക്കാൻ. എന്താ വരുന്നോ? ഓ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ടിവിയുടെ റിമോട്ട് എടുക്കാനാ പോകുന്നെങ്കിൽ തൊട്ട് പോയേക്കരുത്. ഞാനിപ്പോ വരും. എനിക്ക് റെസ്ലിംഗ് കാണാനുള്ളത്. ആ നീ വാ. നിന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ പുറകാലെ അങ്ങ് വന്നോളാം. നിന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. ടിവിയുടെ റിമോട്ട് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാനാ നീ വരുന്നതെങ്കിൽ ഇന്ന് നിന്റെ അന്ത്യമായിരിക്കും. നോക്കിക്കോ. ഓ ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് വലിയ തലവേദനയാണല്ലോ. രണ്ടെണ്ണത്തിന് ഓരോ ഫോണില്ലേ? അതിനകത്ത് ഇഷ്ടമുള്ളത് അങ്ങ് കണ്ടുകൂടെ? ഫോണിൽ കണ്ട ഒരു രസമില്ല മമ്മി. ടി വി തന്നെ കാണണം. എങ്കിലേ അതിനൊരു ഭംഗിയുള്ളൂ. ഇവൻ എന്റെ അടുത്ത് അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയ മമ്മി തുടങ്ങുന്നത്. ഇവന് ഫോണിൽ കണ്ടുകൂടെ? ഇടി നീ കൂടുതലൊന്നും പറയണ്ട. നീ ഈ കാണുന്ന കാർട്ടൂണ് നീ എത്ര തവണ കണ്ടതാ? അത് തന്നെ അവർ പിന്നെ ഇടുന്നത്. അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ദേ രണ്ടുപേരൊന്ന് നിർത്തുന്നുണ്ടോ? ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് എനിക്ക് എന്തോ തലവേദന എന്ന് പറ. അതെങ്ങനെ ഒരു മനുഷ്യനോട് എവിടെ പോയി കിടക്കുവാണോ അങ്ങേര്? ഏ മമ്മി എന്റെ പപ്പായി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ആച്ചു മോൻ എന്തോ കാണാന്നല്ലേ പറഞ്ഞത്? മോൻ ഇരുന്ന് കണ്ടോ കേട്ടോ. പൊന്നു പോയിരുന്ന് പഠിക്കടി. നിനക്ക് നാളെ ക്ലാസ് ഇല്ലേ? എനിക്ക് അല്ലെങ്കിലും അറിയാം ഇതിങ്ങനെ വരുവുള്ളെന്ന്. ഞാൻ എന്റെ പപ്പനെ സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ മമ്മി ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. നീ ഇനി കൂടുതലൊന്നും പറയാൻ വരണ്ട. നീ ആ റിമോട്ട് അവിടെ വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്കു വേണേ. ഞാൻ പോവാ. അല്ലെങ്കിൽ എന്റെ പപ്പ വരുന്നിടം വരെ ഉള്ളൂ ഈ രണ്ടെണ്ണത്തിന്റെ അഹങ്കാരം. ആ എന്താ ആശ്വാസം. ഒരു വലിയ മഴ പെയ്ത് തുറന്നു പോ. ഞാനോ? ഞാനെന്ത് ഹെൽപ്പ് ചെയ്യാനാ? ആ നിങ്ങളിവിടെ നിൽക്കാതെ വീട്ടിലോട്ട് കയറുക. നിങ്ങളാദ്യം കാര്യം പറ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഒന്ന് പോവിള്ളാരെ, ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ചേച്ചി അങ്ങനെ പറയരുത്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ പറഞ്ഞല്ലോ ചേച്ചി നാട്ടിലെ പുലിക്കുട്ടിയാണ്. സത്യത്തിൽ ചേച്ചിക്ക് അപ്പൊ പൂച്ചക്കുട്ടിയുടെ സ്വഭാവമാണല്ലേ? അത് നിങ്ങൾ ചെല്ല്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ ശരി ചേച്ചി. ചേച്ചി നമുക്ക് വാക്ക് തന്നതാ, ഇനി മാറ്റില്ല. എടാ ഈ പൊന്നൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. വെറുതെ അല്ലല്ലോ നാട്ടുകാരെന്നെ പുലിക്കുട്ടിന്ന് വിളിക്കുന്നേ. ആ ശരി ശരി. എന്തിയാ പെണ്ണ്? ആ പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കിക്കേ.
എന്താ സാർ? സാർ ആരുടെ കാര്യ പറയുന്നേ? മറ്റാറാൻ കാര്യമല്ല, അവിടെ കാര്യമാ. ബാനു ഇവിടെ വാ. നിന്നെ തന്നെയാ. നീ എന്തോ നോക്കിയിരിക്കുവാ? നീ എന്തോ പണിയാ കാണിച്ചത്? എന്താ സാർ ഇത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ബാനു എന്താ ചെയ്തേ? ഇവളെന്താ ചെയ്തെന്നറിയാമോ? ഇവളെന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കി. തക്ക സമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാനോ? എന്താ സാർ ഇത്? ഇവിടെ ഇരിക്കുന്ന ബാനു എങ്ങനെ സാറിന്റെ ഭാര്യയെ കൊല്ലാൻ നോക്കുന്നേ? ബാല, തനിക്കറിഞ്ഞൂടെ? നമ്മുടെ കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളിലെ ടീച്ചറാണ് എന്റെ ഭാര്യ. ആ അറിയാം സാർ. ബാക്കി ഇനി എന്താന്ന് ഇവളോട് ചോദിക്കും. ഇവള് പറയും. എന്താ ഭാര്യ ഇത്? എന്താ പ്രശ്നം? സത്യമായിട്ട് സാറേ, എന്താന്ന് എനിക്കറിയില്ല. നിന്നെ ഇന്നലെ രാത്രിയിൽ 5B പഠിക്കുന്ന രൂപക്കും ദീപക്കും കാണാൻ വന്നോ? എന്താ മിണ്ടാതിരിക്കുന്നത്? അവക്കൊക്കെ അറിയാം അവള് ചെയ്തത് തെറ്റാന്ന്. എന്താ ഭാനു മിണ്ടാതെ നിൽക്കുന്നേ? നീ കാര്യം പറ. എന്റെ ദൈവമേ, ഒക്കെ കൈവിട്ടു പോയി. ഈ കുർത്തം കിട്ട ചെക്കന്മാർ ഇങ്ങനൊക്കെ കാണിക്കാന്ന് ഞാൻ അറിഞ്ഞു ഇപ്പം. നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അതെ സാർ, രൂപക്കും ദീപക്കും ഇന്നലെ എന്റെ വീട്ടിൽ വന്നെന്നുള്ളത് സത്യമാ. അവർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു എന്നുള്ളതും സത്യമാ. പക്ഷെ അത് സാറിന്റെ ഭാര്യക്കിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ല, നീ ആ പിള്ളേർക്ക് എന്ത് ഐഡിയ പറഞ്ഞു കൊടുത്തത്? അത് പിന്നെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അവരെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ എപ്പോഴും അടിക്കുന്ന ഒരു ടീച്ചറുണ്ടെന്ന്, അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന്. എന്നിട്ട് അവർ തന്നെ പറഞ്ഞത് നാളെ ആ ടീച്ചറിൻ്റെ ബർത്ത്ഡേയാ, അപ്പം അവർക്കൊരു മധുരപ്രതികാരം തന്നെ ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു കേക്കിനകത്ത് ഗമ്മ തേച്ചാൽ മതിയെന്ന്. വേറെ ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് സാറിൻ്റെ ഭാര്യക്കിട്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. കേട്ടല്ലോ പറഞ്ഞത്. അവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തേനെ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ലല്ലോ സാർ. ഞാനൊന്നും പറയുന്നില്ല. ബാല, താൻ ക്ലാസ് എടുത്തോ. ഇത്രയും സമയം എനിക്ക് വേണ്ടി കളഞ്ഞതിന് സോറി. ഏയ് സാരല്ല സാർ. സാർ ബുക്കോ. ആശ്വാസം. ബാനു, ബ്രേക്ക് ടൈമില് എന്നെ വന്നൊന്ന് കാണണം. ഇനി ഇതെന്തിനാണോ ബന്ധം? സാർ എന്തായിരുന്നു? എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആ, താൻ വന്നോ? എന്താ സാർ, എന്തിനാ എന്നെ വിളിച്ചേ? തന്റെ പേരൻസിനെ ഇപ്പൊ വിളിച്ചാൽ വരാൻ പറ്റുമോ? എന്തിന്? ആദ്യം ഞാൻ ചോദിച്ചാൽ ആൻസർ പറ. അത് പിന്നെ മമ്മി മാത്രമേ വീട്ടിലുള്ളൂ. മമ്മിക്ക് ജോലി വല്ലതും ഉണ്ടോ? അതോ ഹൗസ് വൈഫ് ആണോ? ജോലി ഉണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല. അപ്പൊ പിന്നെ വിളിച്ചാൽ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരിക്കുമല്ലോ. താൻ തന്റെ മമ്മിയുടെ നമ്പർ ഇതാ. വേണ്ട സാർ, പ്ലീസ് മമ്മിയെ വിളിക്കല്ലേ. സാറിനോട് ഞാനൊക്കെ പറഞ്ഞതല്ലേ, എന്റെ മമ്മി എങ്ങനെ ഇതറിഞ്ഞ് എന്നെ തള്ളിക്കൊള്ളും. ഡോ, താൻ കരയാതെ. ഞാൻ തന്റെ വീട്ടിൽ വിളിക്കാൻ പോകുന്നില്ല. സാറിനെയും വിളിക്കത്തില്ലല്ലോ അല്ലേ? മമ്മി അറിഞ്ഞ് എന്നെ കൊല്ലും. ഇല്ല, ഞാൻ വിളിക്കത്തില്ല. താൻ കരയാതെ ക്ലാസ്സിൽ പോ. ചെല്ലേ. പാവം, ആ കൊച്ചിന് ഒത്തിരി ഫീലായി തോന്നുന്നു. അല്ല, അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ സാറൊരു മണ്ടനായതോടെ ഞാൻ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ കാണാമായിരുന്നു. നീ വന്നേ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി 2 ചായയും പഴംപൊരി അടിക്കാം. ഞാനൊന്നുമില്ല, നീ വേണമെങ്കിൽ പൊക്കോ. എന്റെ മോളെ, നീ പൈസ തരണ്ട, ഞാൻ വാങ്ങിത്തരാം. ഒന്ന് പോകും കിച്ചു, ഞാനില്ല, എനിക്ക് പഠിക്കാനുണ്ട്. ചിന്നു, ഇത് നീ തന്നെയാണോ? എന്താ കിച്ചു നീ നോക്കുന്നേ? നിനക്ക് എക്സാമിന് പാസ് ആവണമെന്നൊന്നും ഇല്ലയോ? ഇങ്ങനെ തേരാപ്പാര നടക്കാനാണെങ്കിൽ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട, എനിക്ക് പഠിക്കണം. ഇവക്കിതെന്ത് പറ്റി? എന്റെ ചിഹ്നം ഇതല്ല, എന്റെ ചിഹ്നം ഇങ്ങനല്ല.
എന്റെ കിച്ചു ഒന്ന് പോയിക്കേ, എനിക്ക് പഠിക്കാനുണ്ട്. നാളെ സൂര്യസാറിന്റെ എക്സാം ഉണ്ട്. എന്തേ നീ ഇതിനിങ്ങനെ മിടിച്ചു നോക്കുന്നേ? സത്യം പറ ചിന്നു, നിനക്കെന്താ അങ്ങേരോട് ഒരു ചാട്ടം? ദൈവമേ, ഇളിക്കുന്ന ഇളി കണ്ടില്ലേ? നിനക്കെന്തടി അങ്ങേരോട് പ്രേമാണോ? അത് പിന്നെ ഒക്കതിനും കാരണം നീയല്ലേ എന്നോട് പ്രേമിക്കുന്നു പറഞ്ഞത്. എന്റെ ദൈവമേ, ഇവൾ എന്തൊരു കള്ളി വെച്ച നുണയൊക്കെയാ പറയുന്നത്. എന്റെ പൊന്നു ചിന്നു, നിന്നോട് ഞാൻ പ്രേമിക്കാൻ പറഞ്ഞോ? പ്രേമിക്കുന്ന മാതിരി അഭിനയിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിന്നാ തോന്നുന്നേ. സത്യം? ശിവം സുന്ദരം ഒക്കെ കൈവിട്ട് പോയി. സാർ 1 മിനിറ്റ്. എന്താ? അത് പിന്നെ സാർ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സാർ ഇതൊന്ന് പറഞ്ഞു തരാമോ? ഈ കാര്യമൊക്കെ തനിക്ക് ക്ലാസ് ടൈമിൽ ചോദിക്കരുതോടോ. അതല്ല, ഈ കാര്യം ഞാൻ ഇന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ. എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഇതൊക്കെ അപ്പൊ പറഞ്ഞപ്പോ താൻ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? തീർന്നു ചിന്നു, നീ തീർന്നു. നിനക്ക് എന്തിന്റെ കേടായിരുന്നു? അതെങ്ങനെ? പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും അല്ലല്ലോ ശ്രദ്ധ. താനൊക്കെ എങ്ങനെ എക്സാം പാസ് ആവൂടോ? അല്ല, ഇനി എന്തോ നോക്കി നിൽക്കുക? ക്ലാസ്സിൽ പോ. എന്താ മോളെ, വയറ് നിറച്ച് കിട്ടിയാ? നീ എന്താ ചിന്നു അതിന് സാറടിച്ചിരിക്കുന്നത്? നീ ആയിട്ടില്ല അങ്ങേരെയൊക്കെ പ്രേമിക്കാൻ പോയി. അതിന് കാരണക്കാരി ആരാ? ചുമ്മാ ഇത് നിന്നോട് പ്രേമിക്കുന്നു പറഞ്ഞിട്ട്. ദേ, നിന്നോട് ഞാൻ പ്രേമിക്കാനെന്ന് പറഞ്ഞിട്ടില്ല, പ്രേമിക്കുന്ന മാതിരി അഭിനയിക്കാനേ പറഞ്ഞുള്ളൂ. ഇനി ഇതെന്റെ തലയെ കൊണ്ട് വെക്ക്. നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ പോവാ. ഈ പെണ്ണ്. ഇനി നീ ഒന്നും പറയണ്ട, ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു. മറ്റന്നാൾ നമ്മൾ എല്ലാരും അങ്ങോട്ട് പോകുന്നു. മമ്മി ഇതെന്തൊക്കെ പറയുന്നത്? എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞങ്ങളാ. ഞങ്ങൾ പറയുന്നതും കേട്ടാ മതി. ഇതെന്തൊരു കഷ്ടമാ. എന്നോടൊരു വാക്ക് പോലും പറയാതാണോ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? മര്യാദയ്ക്ക് മമ്മി പറയുന്ന കേക്കടാ. നീ കെട്ടിയിട്ട് വേണം എനിക്കും കെട്ടാൻ. പെണ്ണെ, അവിടെ മിണ്ടാതിരുന്നോണം, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടും നിനക്ക്. എന്റെ പൊന്നു മമ്മി, മമ്മിക്ക് ഇപ്പൊ ഒരു കല്യാണം നടത്തിയ തീരുമെങ്കിൽ ആദ്യത്തെ ഈ തീറ്റപ്പണ്ടാരത്തിനെ കെട്ടിച്ചവിടെ. എല്ലാ വീട്ടിലെയും പെങ്ങന്മാര് കിട്ടിയതിന് ശേഷമാണല്ലോ ആങ്ങളമാര് കിട്ടുന്നത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. ഇവർക്ക് എന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. പൊന്നു, ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാനെന്ന്. എന്റെ പൊന്നു മമ്മിയല്ലേ, എനിക്കൊരു 2 വർഷം കഴിഞ്ഞ് മതി കല്യാണം. 2 വർഷമോ? അതിത്തിരി കൂടുതലാ. അപ്പോഴത്തേക്കിന് ഞാൻ മൂത്ത് കയറിക്കും. പൊന്നു, സോറി മമ്മി. എടാ, മമ്മി പറയുന്ന കേക്ക്, നീ അങ്ങ് കെട്ട്. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല പൊന്നു. അവൻ എന്റെ മോനാ, അവൻ സമ്മതിച്ചോളൂ. അല്ലേ പാച്ചു? മമ്മിയുടെ സൂപ്പ് കൊള്ളാം, നന്നായി അങ്ങോട്ട് പറയട്ടെ. പാച്ചു, നീ വാ, ഇനി ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അല്ല, നിനക്ക് പെണ്ണിന്റെ ഫോട്ടോ കാണണോ? എനിക്ക് പെണ്ണ് കാണാനേ താല്പര്യമില്ല, പിന്നെ പെണ്ണിന്റെ ഫോട്ടോ. കാണണ്ടെങ്കിൽ കാണണ്ട, മറ്റന്നാൾ എന്തായാലും കാണുമല്ലോ. ലക്ഷ്മി, പിള്ളേരെ വിളിച്ചോണ്ടിറങ്ങ്, ദാ വീടെത്തി. ജാനു, ദേ ആനന്ദ ഫാമിലി എത്തിയെന്ന് തോന്നുന്നു. ആഹാ, വന്നോ? എന്താടാ വന്ന കാലം ഇവിടെ നിൽക്കുന്നേ? കയറി വാ ലക്ഷ്മി, വാ മക്കളെ, കയറി വാ. ലക്ഷ്മി, എന്നാ കൊണ്ട് വിശേഷം? സുഖമാണോ? ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണല്ലേ ഞങ്ങളുടെ മോൻ? അതെ അതെ. അല്ല, ഞങ്ങളുടെ മോളെവിടെ? ഞാൻ വിളിക്കാം. മോളുടെ പേരെന്താ? മോള് പഠിക്കുവാണോ? ഹായ് അങ്കിൾ, എന്റെ പേര് ബാനു, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. ഇവിടെയും മോള് പഠിച്ചോണ്ടിരിക്കുക. ജാനു, നീ മോളെ വിളിക്ക്. എന്താ ചിന്നു ഇത്? അവിടെ അത്രയും പേര് വന്നിരിക്കുന്നത് നിന്നെ കാണാൻ വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ടാന്ന്. മമ്മി വരുന്നുണ്ട്, നീ എഴുന്നേക്ക് വാ. ചിന്നു വാ. അവരൊക്കെ അവിടെ വന്നിരിപ്പുണ്ട്. മമ്മി പ്ലീസ്, എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ചിന്നു, നീ വെറുതെ പപ്പയെ നാണം കെടുത്തരുത്. നീ ഇങ്ങോട്ട് വന്നേ. വാ ചിന്നു, നമുക്ക് പോയി ജസ്റ്റ് കണ്ടിട്ട് വന്ന് വരാം. ആഹാ, മോള് വന്നല്ല. ഇവളെന്താ ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ ഭാവി അവനെ ഞാനിത് കാണട്ടെ. ഈ കുരുത്തം കെട്ടുകളങ്ങനെ ഇവിടെ വന്നേ?
നിങ്ങളെന്താ ഇവിടെ? 4 പേരും ഷോക്കായി കാണുമല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവരുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ? എന്റെ മോളെ മോൻ ഇഷ്ടമായോ? അതെന്തൊരു ചോദ്യമാണോ ചോദിക്കുന്നേ? നിന്റെ മോളെന്ന് പറഞ്ഞ എന്റെ കൂടിയല്ലേ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മോളെ. അപ്പൊ പിന്നെ ഞങ്ങളുടെ മോനും ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ സംസാരിച്ച് സമയം കളയണ്ട, അതങ്ങ് ഉറപ്പിച്ചേക്കാം. അതെ അതെ, ജാനു അതിങ്ങി എടുക്ക്. ദാ മക്കളെ, വാങ്ങിച്ചോ. ആച്ചു എന്തോ നോക്കി നിൽക്കുവാ? അത് മോളുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കുക.